ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു വീക്ക് ഡേ വ്ളോഗാണ്. സോ രാവിലെ തന്നെ ഞാൻ എണീറ്റു. ഞാനിപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മളെ വിൻ്റർ ഇങ്ങനെ ഓൾമോസ്റ്റ് കഴിയാനായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ വിൻ്റർ വളരെ മൈൽഡ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസം സ്നോ ബുദ്ധിമുട്ടുണ്ടാവും ഒന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് സ്നോയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ ചിലർക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. ഈ പ്രാവശ്യത്തെ വിൻ്റർ ഭയങ്കര സഹിക്കബിൾ ആയിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഞാൻ രാവിലെ എണീറ്റിട്ട് എൻ്റെ സ്കിൻ കെയർ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പുതുതായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഹാബിറ്റാണ് റീഡിങ് ഹാബിറ്റ്. പണ്ടൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് നിന്നുപോയി. ഇപ്പം എന്താ ചെയ്യാറെന്ന് വെച്ചാൽ രാവിലെ പല്ല് തേച്ചു, സ്കിൻ കെയർ കഴിഞ്ഞു, നേരെ എന്തെങ്കിലും വായിക്കും. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് മാക്സിമം 30 മിനിറ്റ്സ്, അതിൽ കൂടുതലില്ല കേട്ടോ. പിന്നെ എനിക്ക് എന്നും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാനിങ്. ഇപ്പം തീസിസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് 2 രീതിയിലുള്ള പ്ലാനിങ് ഉണ്ട്. ഒന്ന് തീസിസ് പ്ലാനിങ്, അത് കംപ്ലീറ്റ്ലി തീസിസിൻ്റെ കാര്യങ്ങൾ മാത്രം. അതാണ് ഞാൻ ഈ ഒരു ബുക്കിൽ ചെയ്യുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തീസിസ് റിലേറ്റഡ് എന്നൊക്കെ ഓർത്തിട്ട് എഴുതി വെക്കും. നോഷനിലും ഉണ്ട്. നോഷനിൽ അതേപോലെ എന്തൊക്കെയാണ് ഡെഡ് ലൈൻസ്, ഈ വീക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, അതെങ്ങനെയൊക്കെ പോകണു, ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും. അതിനുശേഷം എൻ്റെ ഡെയിലി പ്ലാനിങ്ങിലേക്ക് ഞാൻ തീസിസ് വലിച്ചിടാറില്ല. എന്നത്തെ ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇപ്പം എനിക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ ലോണ്ട്രി ചെയ്യാനുണ്ടെങ്കിൽ, അതൊക്കെയാണ് ഇതിൽ ചെയ്യാറ്. നമുക്ക് നമ്മളെ ഇന്നത്തെ ദിവസം അങ്ങനെ ഒഫീഷ്യലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റീഡിംഗ് ആണ്. ലിറ്ററേച്ചർ റീഡിംഗ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ തീസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് റീഡിങ് ഉണ്ട്, കുറേ പേപ്പേഴ്സൊക്കെ വായിക്കാനുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയറിലായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബെഡിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തിട്ട് ഈ സ്ക്രോളിംഗ് ഒക്കെ കുറയ്ക്കാൻ നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫോൺ എടുത്താലും ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാറില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബനാന സ്മൂത്തി ഉണ്ടാക്കി വന്നു. എനിക്കിപ്പോൾ ഒരു കോളുണ്ട്. കോളിൻ്റെ ഇടയിലാണ് ഒരു മെസ്സേജ് വന്നത്, നിങ്ങളൊരു കൊറിയർ നോറ സ്റ്റോറിൽ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇതാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു സ്റ്റോറ്, നോറ സ്റ്റോർ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. പക്ഷെ എന്നാലും ഈ ബേക്കറി സാധനങ്ങളൊക്കെ പോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മൾ പാർസലൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ കുറച്ച് സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങളും വാങ്ങി. ഈ സൈക്കിള് ഞാനും അവനും വന്ന സമയത്ത് 2023 ഫസ്റ്റ് ഇങ്ങോട്ട് വന്നില്ലേ, അപ്പം ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ട് അങ്ങനെ പോയി വാങ്ങിയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളൊരു വലിയ സാധനമാണ്. ഏതാണ്ട് എല്ലാം കൂടെ ആയിട്ട് ഒരു 1000 സെക്കൻഡോ ആയി. അങ്ങനെ ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. ആ ഒരു 3 മന്ത്സ് യൂസ് ചെയ്തു. പിന്നെ വിൻ്ററായി. പിന്നെ അത് കഴിഞ്ഞ് സ്പ്രിങ്ങിൽ, പിന്നെ ആ ഒരു കഴിഞ്ഞ സമ്മറിൽ യൂസ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ദിവസം കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഒന്ന് പുറത്തെടുത്തതാണ്. ഇനി പിന്നെ അത് ഷെഡിൽ വെച്ചിട്ടുണ്ട്. ഇനി സമ്മർ ആകുമ്പോൾ എടുക്കണം. കുറച്ച് നേരം ഞങ്ങൾ ഡബിൾ വെച്ച് ഓടിക്കാൻ നോക്കി. പിന്നെ അതങ്ങോട്ട് നടന്നില്ല. അതുകൊണ്ട് അവ സൈക്കിളും കൊണ്ടുപോയി. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് റൂമിൽ വന്നു. എന്തൊക്കെയാണ് വാങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
വാങ്ങിയതിലധികവും എല്ലാം തന്നെ വിൻ്റർ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ നമ്മൾ നോക്കി നമുക്ക് വേണ്ടാതെ നമ്മൾ റിട്ടേൺ ചെയ്തു. ചിലതൊക്കെ 1-2 എണ്ണം വാങ്ങിയിരുന്നു. പക്ഷേ ഷോളൊക്കെ ഞാൻ 2 വെച്ചു. കുറച്ച് കഴിഞ്ഞതേ ലഞ്ചിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ നൂഡിൽസാണ് കഴിക്കുന്നത്. ഞാൻ കുറേ കാലം മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കപ്പ് നൂഡിൽസ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നത്. കുറച്ച് എരിവുണ്ടെങ്കിലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂടുണ്ട്. ഇപ്പം ഞാനൊരു ടൈം ബ്ലോക്കിലാണ് ഫുള്ളി എല്ലാം ഓർഗനൈസ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ എനിക്ക് ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിലൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു. എല്ലാവരെയും വീഡിയോ കോൾ ചെയ്ത് നൂഡിൽസൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞൊന്ന് ഈവനിങ് ആയപ്പോഴത്തേക്ക് ജിമ്മിൽ പോയിട്ട് എഗെയിൻ ഒരു 10-20 മിനിറ്റൊക്കെ പോകാറുള്ളൂ. പോകുന്ന ദിവസം തന്നെ ഒന്നും പോണ കാര്യമല്ല. തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ശ്രീ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോവാണ്. ശ്രീ will read the instruction. Yeah, but it's not. Come. Oh my god, it's so funny. You should also do so that I'll have a comeback. There's no holes in this. No? I mean, you have to poke. There's a plastic layer. Very little though. But if you were able to, that's great. So it's just below this building, right? Yeah. So I have my hairstylist Shri with me. Come in. Oh, it looks so good, the color. Like, I don't want the smell. Oh, okay. Oh, it's very professional camera. എൻ്റെ ഹെയറിൽ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രീൻ്റെ ഹെയറിലും കുറച്ച് അവിടെ എവിടെയൊക്കെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫ്രണ്ടിലാണ് മെയിനായിട്ട് ചെയ്തത്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് പോയിട്ട് പിസ്സ ഓൾറെഡി വാങ്ങി വന്നിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിച്ചു. No, it's fine. Oh my god. Yeah. It's not coming up. Tell me if your hair is No. paining. I've seen these videos like hair color fade.
ശ്രീ ആദ്യം ഹെയർ വാഷ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും ചെയ്തു. ഒരു തരി പോലും ഞങ്ങൾ രണ്ടുപേരും മുടിയിൽ കളർ വന്നിട്ടുണ്ടായില്ല. കുറച്ച് വിഷമമായി, കാരണം കുറച്ച് നേരം നിന്നെയാണല്ലോ. പിന്നെ എന്ത് ചെയ്യാം, അങ്ങനെ ഇങ്ങോട്ട് അത് വിട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്തു. എന്നും ചെയ്യണ പോലെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ തന്നെ. മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, ലിപ് ബാം യൂസ് ചെയ്തു, പിന്നെ ബോഡി മിസ്റ്റ് യൂസ് ചെയ്തു. അതിനുശേഷം പിമ്പിൾ പാച്ച് യൂസ് ചെയ്തു. ഇപ്പം ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്, വാലന്റൈൻസ് വീക്ക് സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.